നീ മരിക്കില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി 1000 സിഗരറ്റ് ഒരുമിച്ച് വലിക്കൽ. ആര് വലിക്കും? രതീഷ് വലിക്കും. സാധാരണ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഏട്ടന്മാരോ അച്ഛന്മാരൊക്കെ സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ? സിഗരറ്റ് ബീഡിയൊക്കെ വലിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ 1000 സിഗരറ്റ് ഒരുമിച്ച് വലിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. 1000 സിഗരറ്റ് പറഞ്ഞാൽ ഒരു ദിവസം 10 സിഗരറ്റ് വെച്ച് വലിക്കുകയാണെങ്കിൽ 100 ദിവസം കൊണ്ട് നമുക്ക് 1000 സിഗരറ്റ് വലിക്കാം. ഏകദേശം 3 മാസവും 10 ദിവസവും കൊണ്ട് നമ്മൾ വലിക്കുന്ന സിഗരറ്റ് കൊണ്ട് നമ്മുടെ ലങ്സിൽ അല്ലേ എത്രത്തോളം പുക അടിഞ്ഞു കൂടും, എത്ര കറ അടിഞ്ഞു കൂടും എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണ്ട. രതീഷ് വലിക്കുമോ? ഇടയ്ക്കല്ലേ? അപ്പോൾ ഇതോടുകൂടി മിക്കവാറും രതീഷും വലി നിർത്തണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അതേപോലെ തന്നെ നിങ്ങളുടെ സിഗരറ്റ് വലിക്കുന്ന നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കാണ് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇതൊരു അപാര വീഡിയോ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഉള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മളിവിടെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഒരു സാധാരണ ഒരാൾ 10 സിഗരറ്റ് ഒരു ദിവസം വലിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണത്. ചിലർക്ക് 20-25 വലിക്കും കേട്ടോ. ഒരു കെട്ട് ബീഡിയൊക്കെ വലിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ 10 സിഗരറ്റ് വലിച്ചാൽ എത്രത്തോളം കറ നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിൽ പോകണം നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വലിയൊരു ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് എടുക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു വാക്യൂം സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് എയർ വലിച്ചെടുക്കാനായിട്ട്. ഇവിടെ നമ്മളൊരു ബോട്ടലിൽ കുറച്ച് പഞ്ഞ് നിറച്ചിട്ടുണ്ട്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള പറയുന്നത്. അപ്പോൾ നമ്മൾ സ്പോഞ്ച് നിറച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇത് വലിക്കാനായിട്ട് ഇവിടെ ഒരു സാധനം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ സിഗരറ്റായിട്ട് ഇതിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ടൈറ്റായി നിന്നോളും. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കൊളുത്താം. കൊളുത്തിയിട്ട് അവിടെ നിന്ന് കേട്ടാ മെല്ലെ വലിക്കാം. മെല്ലെ വലിച്ചാൽ നല്ല എയർ വരും. അടുപ്പിച്ച് വലിക്കില്ല, പതുക്കെ നമ്മൾ സാധാരണ സിഗരറ്റ് വലിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ കേട്ടാ. ഒരു സിഗരറ്റ് വലിക്കുമ്പോഴേ പഞ്ഞിൻ്റെ കളറേ മാറിയിട്ട് അതാ ഒരു സിഗരറ്റ് ഫുള്ളായി ആയിട്ടില്ല. പക്ഷെ എന്താ പറയട്ടേ, ഇത് ചെറിയ ബോട്ടിൽ കനവിൻ്റെ അതെ. അപ്പോൾ ഏകദേശം തീർന്നുണ്ട്. മതി നിർത്തിക്കാം. ഇത് നമുക്കിത് ഇങ്ങനെ മാറ്റാം. ഇത് മാറ്റണം കേട്ടോ. ഇതിന് നമുക്ക് നല്ല തട്ടാണ് കേടായില്ലേ. ഇനി അടുത്ത സിഗരറ്റ് അങ്ങനെ രണ്ടാം സിഗരറ്റ് പതുക്കെ വലിച്ചേട്ടാ. നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ വലിക്കുന്ന രീതിയിൽ തന്നെ വലിച്ചു. കളറ് നോക്കണം. 2 സിഗരറ്റ് വലിച്ചിട്ടില്ല. നമ്മളാകെ 3 സിഗരറ്റ് വലിക്കുമ്പോഴേക്കും നമ്മുടെ മെഷീൻ്റെ ശ്വാസകോശം തകരാറായിട്ടാണ്. ഇതാ ഇപ്പോൾ മെഷീൻ എടുക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി വലിയ മോട്ടർ കണ്ടേ അല്ലേ. ഇത് പോരാ. എന്ന് വെച്ചാൽ കുഞ്ഞു മക്കളാണ് കൂടുതലും സിഗരറ്റ് വലിക്കുന്ന ആളുകൾ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോളേയും കുഞ്ഞു ഹൃദയമാണ് എളുപ്പം അല്ലേ, കുഞ്ഞു ശ്വാസകോശമാണ് ഇതുപോലെ പോകണം കേട്ടാ. അപ്പോൾ കുട്ടികളാണ് മിക്കവാറും സിഗരറ്റ് വലി പഠിക്കുക. അപ്പോൾ ആവണതും സിഗരറ്റ് വലിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. വലിക്കുന്നവരെ കൊണ്ട് നമ്മളെന്ത് പറയാം, ചെയ്യരുതെന്ന് പറയട്ടാ. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഇച്ചിരി മൂത്ത ഹൃദയം വെക്കാം അല്ലേ, വലിയ ഹൃദയം വെക്കാം. ഓടിച്ചോ. അങ്ങനെ നമ്മൾ ഇച്ചിരി വലിയ മെഷീൻ വെച്ചിട്ടാ വലിച്ചു മറ്റാണ് പവറല്ലേ. ഇപ്പം നമ്മൾ ഏകദേശം 4-ാമത്തെ സിഗരറ്റ്. സിഗരറ്റ് 10ാമത്തെ സിഗരറ്റ് ശരാശരി ഒരാൾ വലിക്കുന്ന അത്രയും സിഗരറ്റ് നമ്മൾ വലിച്ചിട്ടുണ്ട് അല്ലേ. ഈ 10 സിഗരറ്റ് വലിക്കുമ്പോഴേക്കും ഇവിടെ കറ നോക്കുന്നില്ലേ. ഇതെന്താ ഇതിൻ്റെ ഈ ഭാഗത്തെ ഒറ്റ മിനിറ്റ് ഞാൻ വേറെ സാധനം ഇട്ടെ. ഗ്ലൗസ് ഇട്ടിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അത് സംഗതി സിഗരറ്റ് വലിക്കാണേലും ഞാൻ ഗ്ലൗസ് തരാം. ഇതാ ഇതിനുള്ള കറയാണ്, ഇത്രയും കറ. അതാ ഇതൊക്കെ കറയാണതാ.
10 സിഗരറ്റേ വലിച്ചിട്ടില്ല ആകെ ഒറ്റതിൽ ഇത്ര കറിയായി. ഇനി നമുക്കിത് പൊട്ടിച്ച് നോക്കാം, അതിനെ കട്ട് ചെയ്ത് നോക്കാമല്ലോ എന്താ സ്ഥിതി. നമ്മൾ വെച്ച ബോട്ടിൽ എന്തായിരുന്നു അല്ലേ, വെള്ളയായിരുന്നു പഞ്ഞൊക്കെ. സംഗതി ഇതണ്ട, നമ്മൾ വെച്ച വെള്ള പഞ്ഞ അതിൻ്റെ കളർ നോക്കി. അതുപോലെ തന്നെ ഇതിന് പുക പോയ ഭാഗങ്ങളിൽ നല്ല കാറ്റാണ്ടാ. ഇതാ അടിയിലാണ് ശരിക്കും കളറാ. ഇതാ ഇതൊക്കെ ശരിക്കും കറയണം. ആകെ 10 സിഗരറ്റ് വലിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വക്കിൽ ഇവിടെ നോക്കിയാൽ ഇതാ ഇത് ഇത്രയും കറയായിട്ടാ അല്ലേ. ഇതാ ബോട്ടലിൻ്റെ കളറും സാധനം ഒക്കെ മാറിയതാ. ഇതല്ല 10 സിഗരറ്റിൻ്റെ സാധനമാണ് ഇത്രയും കളറാ. ഗ്ലൗസിലൊക്കെ കറയായി. അപ്പം ഇനി നമുക്ക് വലിയ പ്രൊജക്റ്റ് നോക്കാം അല്ലേ. അപ്പോൾ ഇനി 990 സിഗരറ്റ് നമ്മളെടുത്ത് അത് വലിക്കാനായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ അല്ലേ തുളയുണ്ടാക്കിയിട്ട് ഇതൊരു 10 തുള നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സമയലാഭം പെട്ടെന്ന് നമുക്ക് തീർക്കാനുള്ള പരിപാടിയാണ്. കാരണം ഈ 1000 സിഗരറ്റ് വലിക്കാൻ പറഞ്ഞാൽ ഒന്നിലിട്ട് വലിച്ചു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് തീരില്ല. അപ്പോൾ ഇതിലിട്ട് നമുക്ക് ഫുള്ളായിട്ട് 10 സിഗരറ്റായിട്ട് വലിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ 100 ദിവസം കൊണ്ട് എന്താവുന്നുള്ളത് നമുക്ക് ഇപ്പോൾ നോക്കാം. ഈ ആഷ് ഉണ്ടെങ്കിൽ ഭയങ്കര പുക അല്ലേ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ കെട്ടോളുന്ന സാധനം പുകയില്ല. ഇനി സിഗരറ്റ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ കണക്ട് ചെയ്യട്ടെ. അതിൽ 10 സിഗരറ്റായിട്ട് ഇപ്പോൾ വലിച്ച് തീർക്കണം നമുക്ക്. സംഗതി ശരീരം നമ്മുടെ വലിയൊരു ഗുരുവാണ്. പകുതിയൊക്കെ പുറന്തള്ളുമെങ്കിൽ പോലും പകുതിയിൽ കൂടുതൽ കറ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും അല്ലേ. അങ്ങനെ നമ്മൾ 10 സിഗരറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിക്കാല്ലേ ഏകദേശം. പഞ്ഞൊക്കെ അങ്ങനെ ചുങ്ങിപ്പോയിട്ടാ നമ്മളെ ശ്വാസവാസം ചുങ്ങുമ്പോൾ ചുങ്ങിയിരിക്കാൻ പോകും. എന്താകും നോക്കാം. ഇത് കുറച്ചേ ഉള്ളതാ, ഇത്രയേ ഉള്ളൂ സാർ. പയനിലാണ് പയൻ. അടച്ചു വെച്ചാൽ നല്ലോണം വലിക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വലിച്ചെടുത്താണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഫുള്ള് സിഗരറ്റ് നമ്മൾ വലിച്ച് തീർത്തു കിട്ടാം അല്ലേ. ഞാൻ ഏകദേശം കൂടെ എത്ര വലിച്ചു കേട്ടാ. ഇത് മൊത്തം കച്ചറ. ഇനി നമുക്ക് ഇത് മെല്ലെ അഴിച്ച് നോക്കാം അല്ലേ. ട്യൂബ് അഴിച്ച് നോക്കാം ആദ്യം കേട്ടാ. ഈ ട്യൂബിലുണ്ടല്ലോ ഇതുവരെയും കയറിയിട്ടുണ്ട് സാധനം. ഇതാ നോക്കിട്ടാ,
ഇതാ ഇതങ്ങനെ കറയാണ്. ഇത് ഇവിടെ ഒന്നുമില്ല, ഇനിയുണ്ട്. ഇതാ ഇതാ ഇതാണ് ട്യൂബിൻ്റെ അവസ്ഥ. ഇതാ ഒഴുകണു. ഇതാ കറയണം. ഇതൊക്കെ നമ്മുടെ ശ്വാസകോശം. ഇതാ പഞ്ഞൊക്കെ വലിച്ചു കയറ്റിട്ടുണ്ട് ഉള്ളിലേക്ക്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. നോക്കുക, ഇത് പഞ്ഞൊക്കെ ഇങ്ങനെ ഓയിൽ പോലെ. ഇത് നമുക്ക് ഇത് ഈ ട്യൂബിൻ്റെ കളർ നോക്ക്. ഇത് സംഭവം നമ്മളെ ഇട്ട ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ട്യൂബായിരുന്നു. ഇത് നോക്ക്, ഇതിൻ്റെ കളർ നോക്ക്. ഇതിൻ്റെ ഒറിജിനൽ ട്യൂബിൻ്റെ കളറാണിത്. എന്താണ് ഈ കളറിലെ ട്യൂബാണ് ഇങ്ങനെ ആയത്. ഇത് സംഗതി വിശ്വസിക്കാൻ പറ്റാത്ത കേസാണ്ടത് ശരിക്കല്ലേ. എന്താ അതിൻ്റെ കളർ നോക്കുക, ഒഴുകണു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തുറന്നു നോക്കട്ടെ. ഇത് നമ്മൾ ഈ ശ്വാസകോശം ഈ സിഗരറ്റ് വലിക്കുമ്പോൾ ചുരുങ്ങും പറഞ്ഞ പോലെ കംപ്ലീറ്റ് പഞ്ഞ് താഴേക്ക് പോയിട്ടാണ്, താഴെ എത്തി. വലിച്ചാണ് എയറെങ്ങനെ സഖ്യങ്ങനെ വലിച്ച് ആ പഞ്ഞിൻ്റെ കോല ഒക്കെ മാറി. അതാണ് ഈ ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ് ഇത് ചുരുങ്ങുന്നൊക്കെ പറയണ്ട. ഇതാണ് അതാണ് ഇതിൻ്റെ ഉള്ളിലെ കളറ്. അവിടെ ഇങ്ങനെ ഇട്ടിട്ട് 1000 സിഗരറ്റ് വലിക്കുമ്പോൾ ഉള്ള സംഗതിയാണിട്ടത്. എന്താ ഇത് പഞ്ഞ് ചുരുണ്ട് കൊണ്ട് കിടന്നവിടല്ലേ, അങ്ങനെ കറയാണ് കേട്ടാ. ഇതാണ് സാധനം. നമ്മളിനി വലിക്കുമ്പോൾ ആലോചിച്ചോളാം കേട്ടാ എങ്ങനെ ഉണ്ടാകുന്നുള്ളത്. ഇതാ കളർ നോക്ക്. ഇതിൻ്റെ ഒറിജിനൽ പഞ്ഞെടുക്ക്. നമ്മളിട്ട പഞ്ഞിട്ടാ, നമ്മളിട്ടത് പോയിട്ടുണ്ട്. അത് നോക്ക്, ഇങ്ങനെ വലിച്ചൊക്കെ ഈ ഒറ്റിട്ട് കറ ഒറ്റിട്ടേ അല്ലേ, അങ്ങനെ ഇങ്ങനെ ആയിരിക്കണം വെള്ളപ്പഞ്ഞം. ഇതാ ഈ പൈപ്പിൽ കൂടെ ഇങ്ങനെ നമ്മൾ വലിക്കുന്ന സമയത്ത് ഇതിൽ കൂടെ കറ ഇങ്ങനെ ഒറ്റുകയാണ്. ഇതാ നമ്മളിട്ട പൈപ്പാണ്. ഇതിൽ കൂടെ കറ ഇങ്ങനെ ഒറ്റി ഇതിൻ്റെ അടിയിലേക്ക് പോയിക്കണം. ഇതെന്താ അതിൻ്റെ കോലം. ഇതാ ശ്വാസകോശത്തിൻ്റെ ഉൾവശം ഇതുപോലെ ഇരിക്കും കേട്ടാ. അപ്പോൾ വലിക്കുന്നവരൊക്കെ നല്ലോണം വലിച്ചോളൂ അല്ലേ. ഒരു തീരുമാനത്തിലാകാൻ പറ്റും. ചിലതൊക്കെ ഉരുകി ഉണങ്ങി എന്തൊക്കെ ആയിട്ടുണ്ടോ. ഇത് നമ്മുടെ സിഗരറ്റാ. സിഗരറ്റിൻ്റെ കുറ്റികളല്ലേ, കുറ്റി ഉള്ളിൽ വരുന്ന 2-3 പോയതാണ്. ഇതാണ് നമ്മുടെ പഞ്ഞിട്ടാ. നമ്മൾ ആദ്യം ഇട്ട പഞ്ഞാണിത്. ഇനി ഇതിൽ ഉടച്ച് കാണിച്ചതാ നമ്മുടെ ഗ്ലൗസിലെ സാധനങ്ങൾ. എന്താ ഫ്രഷ്. ഇനി ഇതെടുത്തിട്ട് അങ്ങനെ ആക്കുമ്പോൾ അറിയാം അതിൽ പിടിച്ചിട്ട് കറി എത്രയാണ് തോന്നും. ഇതാ ട്യൂബ് വെച്ചോടെ നോക്കിട്ടാ. ട്യൂബ് ഒഴുകി വന്നത് ഇതാ ട്യൂബിൽ ഇതാ നമ്മുടെ ഈ കരിയോയിൽ പോലെ വേസ്റ്റ് ഓയിൽ പോലെ ഇതാ. അപ്പോൾ എന്തായാലും സംഭവം ഞാനിതോടുകൂടി പരിപാടി നിർത്തി കേട്ടാ. അപ്പോൾ ശ്വാസകോശം എങ്ങനെ ആകുന്നുള്ളത് കണ്ട് മനസ്സിലാക്കുന്നത് നമ്മൾ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 1000 സിഗരറ്റ് അല്ലേ, ഏകദേശം 100 ദിവസം. ഒരു ശരാശരി മനുഷ്യൻ വലിക്കുന്ന 10 സിഗരറ്റിൻ്റെ കണക്കിലാണ് നമ്മൾ 100 ദിവസം വലിച്ചിരുന്നത്. അപ്പോൾ 10-15 വർഷമായ ആളുകളുടെ മറ്റേ ശ്വാസകോശമൊക്കെ ഏകദേശം ബോട്ടിൽ ഇങ്ങനെ ചുക്കി പിടിച്ചത് ഇങ്ങനെ ഉണ്ടാവും കേട്ടാ. ഇങ്ങനെ ഉണ്ടാവും സാധനം കേട്ടാ അല്ലേ. നമ്മുടെയൊക്കെ എന്തായിരിക്കും എന്നുള്ളത് ഇനി തുറന്നു നോക്കണം. ഇതാണ് തുറന്ന് നോക്കാൻ പറ്റില്ല. പിന്നെ ശ്വാസകോശം പറഞ്ഞാൽ റിക്കവർ ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. എത്രത്തോളം നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടോ അതിലിപ്പോൾ നിൽക്കുന്നല്ലാതെ നമുക്ക് റിക്കവർ ചെയ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാൻ പറ്റില്ല. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ അതിനൊക്കെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ ഈ സാധനം മാത്രം നമുക്ക് പോയതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പരിപാടി നിർത്തി അറിയിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണമെങ്കിൽ ഈ വീഡിയോ അല്ലേ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടാ. അപ്പോൾ ഇതിലും നല്ല ഒരു അടിപൊളി എക്സ്പെരിമെൻ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ. ബായ്. ഞാൻ നിർത്തി. ഇനി പരിപാടി ഞാൻ ഇല്ല. ബായ്. ഇതൊക്കെ എടുത്തിട്ട് പോകാം. വേസ്റ്റൊക്കെ എടുത്തിട്ട് പോകണം. എന്താ ഭയങ്കര സ്മെല്ലിട്ടാ. സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ല്.